ഗൈസ് നോക്കൂ, നമ്മളിപ്പോൾ ഉള്ളത് സെന്റ് പീറ്റേഴ്സ്ബർഗിന്റെ ഒത്ത നടുക്കാണ്. നടുക്കെന്ന് വെച്ചാൽ പാലത്തിന്റെ നടുക്ക്. അതെ 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 അതെ. ഗൈസ് നോക്കൂ, ഇതിനെക്കുറിച്ച് കൂടുതലൊന്നും പറഞ്ഞാൽ ഞങ്ങൾക്കറിയില്ല. ആദ്യം തന്നെ വീഡിയോ തുടങ്ങുന്നതിന് മുന്നായിട്ട് ഞങ്ങളൊരു കാര്യം പറയാണ്. ഞങ്ങൾക്ക് പല സ്ഥലവും വായിച്ച് പറഞ്ഞുതരാൻ അറിയത്തില്ല. അത് ഞങ്ങൾ ആദ്യമേ ജാമ്യം എടുക്കുകയാണ്. ഇതെന്താണ്, ഏതാണ്, പോകുന്ന സ്ഥലം ഏതാണെന്ന്. ഇത് ഇംഗ്ലീഷ് അല്ല, ഇവിടുത്തെ ഭാഷയിലാണ് എഴുതിയാക്കുന്നത്. ഇവിടുത്തെ ഭാഷ ഞങ്ങൾ എങ്ങനെ വായിക്കാനാ? ഞങ്ങളാണ് നെറ്റും കഴിഞ്ഞു. പിന്നെ അടുത്ത കേസ്, അലക്സേട്ടൻ പറഞ്ഞു തന്ന സെന്റ് പീറ്റേഴ്സ്ബർഗിലെ കുറച്ച് ലൊക്കേഷൻ ഉണ്ട്. അവിടെയാണ് നമ്മൾ പോകുന്നത്. വൈകുന്നേരം 4 മണിക്ക് നമ്മളിവിടെ തിരിച്ചു പോകും. കാരണം നമുക്കിനി 7 ദിവസമേ റഷ്യയിൽ നിൽക്കാൻ പറ്റത്തുള്ളൂ. നമ്മുടെ വിസയുടെ വാലിറ്റി ഉള്ളൂ. ഇന്നലത്തെ വീഡിയോ കണ്ട് അവസാനം ഞങ്ങളത് കറക്റ്റ് പറഞ്ഞിട്ടുണ്ട് എന്താണ് സംഭവം എന്നുള്ളത്. അപ്പോൾ അതായത് നമുക്കിനിയിപ്പം ഇപ്പോൾ സെൻറ്റ് പീറ്റേഴ്സ്ബർഗ് ഉള്ള ഇന്ന് ഇവിടെ 4 മണിക്ക് ഓടിച്ച് മോസ്കോ എത്തണം. മോസ്കോ ഒരു ദിവസം കൊണ്ട് മൊത്തം കണ്ടു തീർക്കണം. എന്നിട്ട് അവിടെ നമുക്ക് ജോർജിയൻ ബോർഡറിലേക്ക് പോകണം. അപ്പോൾ അതായത് ഇവിടെ വിസ കഴിഞ്ഞിട്ട് ഓവർ സ്റ്റേ നിൽക്കുന്ന ബുദ്ധിയല്ല. പിന്നീട് നമുക്കൊരു നാളിൽ വരണമെന്ന് വെച്ചിട്ടുണ്ട്, വിസ കിട്ടൂല. ഗൈസ്, അതാണ് യാഥാർത്ഥ്യം. അപ്പോൾ നമുക്ക് വളരെ ദിവസങ്ങൾ കുറവാണ്. അപ്പം നമ്മൾ സെൻറ്റ് പീറ്റേഴ്സ്ബർഗിൻ്റെ ഈ കാണുന്ന ഒത്ത നടുക്കാണ് വാഹനം നിർത്തിയാക്കുന്നത്. കഴുകി കുട്ടപ്പനാക്കിയ വാഹനത്തിൻ്റെ അവസ്ഥ ഇപ്പോൾ വളരെ ദയനീയവസ്ഥയാണ്. കാരണം എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടല്ലോ, ഇടയ്ക്ക് മഴ പെയ്യും, ഇടയ്ക്ക് മഞ്ഞ് പെയ്യും. ഇവിടുത്തെ കാലാവസ്ഥ എന്നാന്ന് പോലെ ഒരു പ്രഡിക്ഷൻ ചെയ്യാൻ പറ്റില്ല. ഇന്ന് രാവിലെയാണ് ഒടുക്കത്തെ ചൂടായിരുന്നു. സത്യം. തണുപ്പായി. ഇത്ര നേരം വരെ നല്ല വെയിലായിരുന്നു, ഇപ്പൊ തണുപ്പായി. യെസ് ഗൈസ്, ഇത് കണ്ടോ, ഈ കാണുന്നത് ടൂറിസ്റ്റുകളെയും കൊണ്ട് വന്ന ബസ്സുകളാണ്. ഇവിടെ 15 മിനിറ്റ് ആണ് വാഹനം പാർക്ക് ചെയ്യാനുള്ള ടൈം എന്നുള്ള മനസ്സിലായി. പിന്നെ എന്നാ സംഭവം എന്നറിയാ, ഇത്ര ഒച്ച വേണ്ട. പിന്നെ എന്നാ സംഭവം എന്നറിയാ, ഒരു വണ്ടി എടുത്തിട്ടോ, ഫ്രീ ഓഫ് കോസ്റ്റിൽ എടുത്തിട്ടോ, എടുക്കാൻ ചെല്ലുമ്പോ ഇവിടുന്ന് ടോ ചെയ്ത പൈസ, അവിടെ മെനക്കെട്ട ജോലിക്കാരുടെ പൈസ, പിന്നെ ഫൈന്, പിന്നെ എടുത്തിട്ട് വരാനുള്ള പൈസ, എങ്ങനെയാണ് നാട്ടിൽ ഒരു 10-25,000 രൂപ. ഗൈസ്, ഇതൊരു പാലം കേട്ടോ. ഈ ഒരു പാലം ഒരു കിടിലം പാലമാണ്. പിന്നെ അതുകൂടാതെ ഇത് കണ്ടോ, ഇതേപോലത്തെ സ്ട്രക്ചറിലുള്ള ബിൽഡിങ്ങുകളും സംഭവങ്ങളൊക്കെയാണ്. ഈ കാണുന്ന ലേക്ക് ഫുള്ള് ഫ്രീസ് ആട്ടോ. ഫുൾ ഫ്രീസ് എന്ന് വെച്ചാൽ ഫുൾ ഫ്രീസ്. ഇത് ഇവിടെ വേറൊരു പാലമുണ്ട്. പിന്നെ അതുകൂടാതെ ഇതിൻ്റെ അകത്തോട്ട് ഇറങ്ങി നടക്കാവോ എന്ന് ചോദിച്ചാൽ അറിയത്തില്ല. കാരണം അവിടെയൊക്കെ വെള്ളമായല്ലോ, അതുകൊണ്ട് നടക്കത്തില്ലായിരിക്കും. ഇത് ഫ്രീസായ സാധനമാണ്. ഇവിടെയൊക്കെ ഫ്രീസാണ്, പക്ഷെ ഇതിനകത്ത് നടക്കാൻ പറ്റും. നടന്നു കഴിഞ്ഞാൽ നമ്മൾ അതേപോലെ ഒലിച്ചു. 15 മിനിറ്റ് ആണ് നമുക്കൊരു വാഹനം ഇവിടെ ഇടാനുള്ള ടൈം എന്ന് പറഞ്ഞത്. പിന്നെ 15 മിനിറ്റ് അല്ല, അത് കഴിഞ്ഞിട്ട് 1000 രൂപ കൊടുത്ത് ഇടാം. പക്ഷേ ഏത് ആപ്പിനകത്ത് ഞങ്ങൾ കൊണ്ട് ഇടും അത് ഞങ്ങൾക്ക് അറിയത്തില്ല കേട്ടോ. ഞങ്ങൾ ആദ്യം ഇതിലെ നടക്കണം. ഇവിടെ വലിയ ടൂറിസ്റ്റുകളെ ശല്യം ചെയ്യുന്ന ആൾക്കാരൊന്നുമില്ല. ഫോട്ടോഗ്രാഫേഴ്സ് ഉണ്ടെങ്കിലും വലിയ കുഴപ്പമില്ല. ഇത് ആവശ്യം ഉണ്ടെങ്കിൽ അവർ വിളിക്കും. ഡൽഹി മനസ്സിലായല്ലോ. ഡൽഹി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്ത്യയുടെ അവർക്ക് അറിയാവുന്ന ഒരു ഭാഗം ഡൽഹിയാണ്. അപ്പം ഡൽഹി എന്നാന്ന് ചോദിച്ചാൽ ഡൽഹിയിലാന്ന് പറഞ്ഞേക്കാം. ഗൈസ്, ഈ സംഭവം ഞാൻ നെറ്റിൽ നോക്കിയപ്പോൾ മ്യൂസിയം ആണെന്നാട്ടോ പറഞ്ഞേ. എന്ത് മ്യൂസിയം ആണെന്ന് ചോദിച്ചാൽ എനിക്ക് അറിയത്തില്ല. കാര്യമുണ്ട്, അത് പുതിയ ബിൽഡിങ്ങാണ്, പക്ഷെ പഴയ ബിൽഡിങ് പോലെ അവർ പണിതെടുത്താക്കുന്നത്. യെസ് ഗൈസ്, നമുക്ക് നേരെ ഈ വശത്തോട്ട് സഞ്ചരിക്കാം കേട്ടോ. അവിടെ എന്തൊക്കെ സൗണ്ട് കേൾക്കുന്നുണ്ട്. സൗണ്ട് കേട്ട വശത്തോട്ട് പോകുന്നത്. എല്ലാ സ്ഥലത്തും ഒടുക്കത്തെ ചെക്കിംഗ് ആണ്. ഇതേപോലെ പിടിച്ച് നിർത്തും, കാശും പോവും. അതുകൊണ്ട് വളരെ കെയർഫുൾ ആയിരിക്കണം. അവർ പിടിച്ചാൽ പൈസ പോയെന്ന് സാരമാണ്. ഒരു വലിയ മണ്ടത്തരം പറ്റി. ക്യാപ്പിടുണ്ടായിരുന്നു, അല്ല കോട്ടിടുണ്ടായിരുന്നു. ചെവിക്ക് നല്ല രീതിയിലുള്ള വേദന കേട്ടോ. അതെ, എന്നാ സംഭവം അറിയാം. ഇത്ര തണുപ്പ് ഈ ലൈക്കിന്റെ അടുത്തല്ലേ നമ്മൾ. ഐസ് ബ്രേക്കർ. ഐസ് ബ്രേക്കർ ആണത്. വേറെ എന്താ ബോട്ടാ? ഇത് എന്ത് ബോട്ടാടാ? മഞ്ഞിന്റെ മേളിൽ കൂടെ പോന്നെ. എയർ അടിച്ചിട്ട് മഞ്ഞിന്റെ മേളിൽ കൂടെ പോകുന്ന ബോട്ടാണ്. അത് ഇവിടുത്തെ ഒരു ടൂറിസ്റ്റ് സംവിധാനം കേട്ടോ. ഇവിടെ ആൾക്കാരെ പൈസ കൊടുത്ത് കൊണ്ടുപോകുന്ന റഷ്യയുടെ ഒരു ബോട്ടാ കേട്ടോ. അതാ ഞാൻ ആദ്യമായിട്ട് കാണോ. നീയോ? ഞാനും ആദ്യമായിട്ട് കാണോ. എവനെ നീ ശ്രദ്ധിച്ചോ? ഇല്ല, അത് വെള്ളത്തിനകത്തൂടെ അല്ല പോകുന്നേ, അത് മറ്റേ മേളിൽ കൂടിയാണ് പോകുന്നത്. വെള്ളത്തിലേക്കാ കേറുന്നേന്ന് തോന്നുന്നു. അതിന്റെ വേഗം ഫാൻ വെച്ചിട്ടുള്ള സംവിധാനമാണല്ലോ. ഇവനെ ബേക്കിൽ നിന്ന് തള്ളുവാ അങ്ങോട്ട്. ഇപ്പൊ വെള്ളത്തിൽ കയറി. അതാ ഇപ്പം ബോട്ടായി. കണ്ടോ ഗൈസ്, ആ ഒരു വശത്താണ് നമ്മൾ വണ്ടി നിർത്തിയാക്കുന്നുണ്ട്. ആ ഒരു വശത്താണ് നമ്മൾ വാഹനം നിർത്തിയാക്കുന്നത്. ഞങ്ങൾക്കൊരു അബദ്ധം പറ്റിപ്പോയി. ഞങ്ങൾ വന്നപ്പോൾ ഹീറ്റർ അങ്ങ് ഓഫാക്കി. ഇനി വണ്ടി കയറുമ്പോൾ ഒടുക്കത്തെ തണുപ്പായിരിക്കും. സത്യം കേട്ടോ. ഇതുണ്ടോ, ഇവിടുന്ന് ഈ ഒരു വശത്തോട്ട് തിരിയാൻ നേരത്ത് പായ്ക്കപ്പല് കണ്ടോ? പായ്ക്കപ്പല് അതിൻ്റെ അകത്ത് നല്ല കെട്ടിയിട്ടാണ് പോകുന്നത്. കണ്ടോ മേലോട്ട്? കണ്ടോ സാധനങ്ങളൊക്കെ കണ്ടോ? ഇത് കണ്ടോ ഗൈസ്, ഒരു പ്രത്യേകതരം ഫീലിംഗ് ആട്ടോ. കൈ പിടിക്കാൻ പറ്റുന്നില്ല കേട്ടോ. മനസ്സിലായി എനിക്കൊരു കാര്യം. എന്നാടാ, ഈ പാലം കെട്ടുന്നതിന് മുന്നെയാണ് ആ സാധനം ഇവിടെ കൊണ്ട് ഇട്ടത്. അത് കഴിഞ്ഞിട്ട് ഇത് പുറത്തു പോയിട്ടില്ല. ഇത്ര ഉള്ള സാധനം എങ്ങനെ പുറത്തു? ഇവിടെയൊക്കെ പാലങ്ങളാട്ടോ. ഇത് കണ്ടോ, ഈ ഭാഗങ്ങളൊക്കെ പാലങ്ങളും ഫുള്ള് ഫ്രീസാ. ക്യാമറ പോലും പിടിക്കാൻ പറ്റുന്നില്ല കേട്ടോ. ക്യാമറ പോലും ഫുൾ കൺസ്ട്രക്ഷൻ, ചെവിയൊക്കെ പൊള്ളുന്ന പോലെ. ഫുൾ കൺസ്ട്രക്ഷനും ബിൽഡിംഗ് പരിപാടികളും മറ്റ് സംവിധാനങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് വൻ സെറ്റപ്പ് ആട്ടോ. ഞങ്ങളെ ഇനി അപ്പുറത്തെ വശത്ത് ഒരു സെറ്റപ്പ് ഉണ്ട്, അത് കാണിച്ചു തരാം. ഫുൾ പോലീസാണ് ഗൈസ്. ഇവിടെ റഷ്യ ഉണ്ടല്ലോ എൻ്റയർലി എനിക്ക് തോന്നുന്നു 80-കളിലോ 90-കളിലോ കാലഘട്ടത്തിലും ഡെവലപ്പ് ആയിപ്പോയ രാജ്യമാണ്. അതൊക്കെ പഴയ ബിൽഡിംഗ്. അല്ല, വേറെ കാര്യം പറയട്ടെ, നമ്മൾ ഗ്രാമങ്ങളൊക്കെ കാണുമ്പോഴല്ലോ
അതൊന്നും കണ്ട് നമുക്ക് ഒരിക്കലും വിലയിരുത്താൻ പറ്റില്ല. കാരണം അവരൊക്കെ അതിസമ്പന്നമാണ്. ഇവിടെ 1 ലക്ഷം രൂപയൊക്കെയാണ് ചെറിയ ഞാൻ കഴിഞ്ഞ ദിവസമേ മറ്റേ റോഡിൽ ഐസ് മാറ്റുന്നതിന് 4 പേരുണ്ട്. ഒരാൾ കുത്തും, പിന്നെ അരമണിക്കൂർ റെസ്റ്റ്, പിന്നെ ഒരാൾ കുത്തും, അരമണിക്കൂർ റെസ്റ്റ്. അങ്ങനെ അവർക്ക് തന്നെ 1.5 ലക്ഷം രൂപയാണ് ഇവിടുത്തെ ബേസിക് ശമ്പളം. ഇവിടെ ഒരു ഇംഗ്ലീഷ് അറിയാവുന്ന ഒരു റഷ്യക്കാരനെ കണ്ടപ്പം പുള്ളി പറഞ്ഞത് ഞങ്ങളോട് ഇവിടെ നിൽക്കുക, പുള്ളിക്ക് വേണ്ടി ഒരു ഫോട്ടോ എടുത്തു തരാമെന്നാ. അപ്പം ഞങ്ങൾ ആ ഫോട്ടോയ്ക്ക് വേണ്ടി ഒന്ന് നിന്ന് കൊടുത്തതിന് ശേഷം ഇവിടുന്ന് പോകുന്നതായിരിക്കും സുഹൃത്തുക്കളെ. താങ്ക് യു. ഗൈസ് നോക്കൂ, ലിവിനെ അപ്പുറം തുറക്കാനായിട്ടില്ല, വണ്ടി ഇറക്കടാ. ഇതേ അത് പോകുന്നു. എന്നെ സ്പീഡിലാണ് പോകുന്നത് നോക്കി, ഭയങ്കര സ്പീഡിലാട്ടോ പോകുന്നത്. ഇവൻ കഴിഞ്ഞെന്നോർത്ത് കയറിയോ വണ്ടിയല്ലേ? ഇവനവിടെ പോയി, ഇവനപ്പുറം പോകുമ്പോൾ ഞാൻ ഇപ്പുറം പോകും. എന്നാ പറഞ്ഞേ? കുഴപ്പമില്ല, അവിടെ വെച്ചോളെ. പറഞ്ഞോ? നീ ചോദിച്ചോ? പോലീസുകാരനാട്ടോ, കാശ് പോകുന്നാ തോന്നുന്നു. കാശ് പോയെന്നാ തോന്നുന്നത്. ഏതിനറിയാട്ടോ, ഇതൊക്കെ ഓരോ ബസ്സുകളിവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട്. ഞങ്ങളത് കൊണ്ട് പാർക്ക് ചെയ്താണ്. നേരെ ഞങ്ങളെ ഈ ഒരു സൈഡും കൂടെ കണ്ടിട്ട് പോകാലോ എന്ന് ചിന്തിച്ചു. നീ എന്നാ ചോദിച്ചേ? സാർ 5 മിനിറ്റ് കഴിഞ്ഞുകൊണ്ട് ഇങ്ങനെ കാണിച്ചു. ഒരു ദേഷ്യത്തോടെ എല്ലാം കാണിക്കുക. എന്നാലും ഉള്ളി മറ്റേ സ്നേഹമുള്ള ആൾക്കാർ അവിടെ വെച്ചോളാൻ പറഞ്ഞു. ഇത് ക്രോസ് ചെയ്ത് അപ്പുറം പോണ വേറൊരു നഗരം കാണാം. പക്ഷേ ഇത് ക്രോസ് ചെയ്യാനുള്ള സീബ്ര ഇല്ലല്ലോ. ഇല്ല, ശ്രീപ്രയം ഇല്ല. ഓ, ഇത് ക്രോസ് ചെയ്യാൻ പറ്റൂല ഇവന്. ഐ ആം വെരി സോറി ഗൈസ്. ഇതുണ്ടോ പാലത്തേന്ന് ക്രോസിങ് ഇല്ലല്ലോ അവന്. ഇത് നോക്കിയേ, വീട്ടിലെ സ്ഥലങ്ങൾ എത്ര മനോഹരമാണെന്ന് നോക്കിയേ. അതിനെങ്ങനെ വണ്ടികൾ സമ്മതിച്ചിട്ടുണ്ട് എടുക്കാൻ വേണ്ടി. ഇത് നോക്കിയേ ഗൈസ്, കിഡിലെ സ്ഥലങ്ങളായിരുന്നു. പക്ഷേ ഐ ആം വെരി സോറി ഗൈസ്. ഇവിടെ ഒരു വലിയ പള്ളി ഉണ്ട് കേട്ടോ. അത് ഉറപ്പിച്ചു. അവിടെ ഒരു ഫ്ലാഗ് ഉണ്ട് പഴയ, മേളിക്കൂടെ പറക്കുന്ന നോക്കി. ഗൈസ് ഞങ്ങൾ പോകുന്ന ഇവിടുത്തെ ഒരു പള്ളിയിലേക്കാണ്. ബേക്കിലെ ബസ്സുകാരനുണ്ടല്ലോ ഇച്ഛ എണ്ണ വരയ്ക്കുന്നുണ്ട്. രക്ഷപ്പെട്ടോ നമുക്ക് കിട്ടിയ അവസരത്തിൽ രക്ഷപ്പെടാട്ടോ. അതുകൊണ്ട് ഈ കാണുന്ന ലാടയ്ക്ക് വന്നിട്ട് നമുക്ക് വിടാം. അതായിരിക്കും നമ്മുടെ തടിക്കും നമ്മുടെ ഇതിനും നല്ലത്. അടുത്തത് പുള്ളിക്കാരൻ കഴിഞ്ഞാൽ നമ്മൾ തന്നെ ആയിരിക്കും, ഉറപ്പായിരിക്കും. ഗൈസ്, ഈ ഫ്രണ്ടിലെ ഗ്ലാസ് ഒക്കെ ഭയങ്കര അലമ്പായിട്ടിരിക്കും. നിങ്ങളൊന്നും വിചാരിക്കരുത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇവിടുത്തെ ക്ലൈമറ്റ് അങ്ങനെയാണ്. അവിടെ നമ്മൾ എന്തായാലും പിടിക്കുക. എവിടുന്ന്? ഇവിടെ നേരെയല്ലേ പോകണ്ടേ? നേരെ തൊട്ട് അവിടെ നിൽപ്പുണ്ട്. അത് വലിയ കുഴപ്പമില്ല. ഇവനെ ഈ പാർക്കിങ്ങിന് ചീട്ട് എഴുതി തരുന്നവരാ അവരെ വിഷയം. ആ പോലീസുകാരെ നീ ഒന്ന് കണ്ടിട്ട് നോക്കിയോടാ, കയറ്റാൻ പറ്റുമെന്ന്. ബെൻലിയുടെ ഒരു ലിമോസിൻ നോക്കിയേ. ബെൻലിയുടെ വണ്ടി ഏതാ? ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ട് ലിമോസിൻ. ഭയങ്കര പൈസ വരില്ലേ വണ്ടിക്ക്? ഇത് മോഡിഫിക്കേഷൻ ചെയ്താണല്ലോ, ഈ കമ്പനി ഇങ്ങനെ ഇറക്കുന്നുണ്ടാവില്ല. ഇല്ല, ഫുള്ള് ബാറൊക്കെയാണ് ഫുള്ള്. ഞങ്ങൾ വാഹനം അത്യാവശ്യം വണ്ടികളൊക്കെ ഒതുക്കിയിടുന്ന സ്ഥലമായിട്ട് ഇവിടെ ഞങ്ങൾ വണ്ടി ഒതുക്കി. ഒരു 2-3 മിനിറ്റ് നേരത്തേക്ക് കേട്ടോ, ഇവിടെ ഒരു ക്ലാസ് കിടപ്പുണ്ട്. അപ്പോൾ 2-3 മിനിറ്റ് നേരത്തേക്ക് ഇവിടെ വണ്ടി ഒതുക്കി നമ്മൾ നേരെ ഈ കാണുന്ന പള്ളിയിലേക്ക് പോകാട്ടോ. ഈ സംഭവം 2ാം ലോക മഹായുദ്ധ സമയത്ത്, അതായത് എതിർ കക്ഷികൾ ഈ കുരിശ് നശിപ്പിക്കാൻ നോക്കിയപ്പം നടന്നില്ലെന്നും ലാസ്റ്റ് ഇത് അണ്ടർഗ്രൗണ്ടിൽ കൊണ്ടുവച്ചെന്നും ലാസ്റ്റ് പിന്നെ അത് ഹെലികോപ്റ്റർ കൊണ്ടാണ് അതേപോലെ വെച്ചതെന്നൊക്കെയാണ് അലക്സേട്ടൻ ഞങ്ങളോട് പറഞ്ഞു തന്നെ. അപ്പോൾ അപ്രകാരം ഭയങ്കര ഐതിഹ്യവും ഭയങ്കര അച്ചിട്ടുള്ള പള്ളിയത്. ഇവിടെ പ്രാർത്ഥിച്ച എന്തും നടക്കുമെന്ന് പറഞ്ഞു. ഞങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് കയറി കണ്ടിട്ട് വരട്ടെ. അതിനുശേഷം ബാക്കിയുള്ള സ്ഥലങ്ങളിലേക്ക് പോകാം. 2-3 സ്ഥലങ്ങളിൽ നമ്മൾ പോകും. പിന്നെ ഇവിടെ ഒരു സ്ട്രീറ്റ് ഉണ്ട്, ആ ഒരു സ്ട്രീറ്റിലും പോയതിന് ശേഷം നമ്മൾ നേരെ വണ്ടി തിരിക്കും. ഇത് കണ്ടോ നോക്കിയേ, ഇവിടെയുള്ള പരിപാടികളും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടോ, എന്തോ പണി നടക്കുക കേട്ടോ. ഇതാണ് പള്ളി. ഞങ്ങൾ അതിലേക്ക് ഇറങ്ങി ഇതിലേ വന്നു. നീ ഒന്ന് അത് പിടിച്ച് വലിച്ചു നോക്കിയല്ലോ ഇവനെ, എന്തെങ്കിലും അറിയാലോ. നോക്കിയേ, അത് നീ ഒന്ന് വലിച്ചു നോക്കണം. സാധനം അടിച്ചു കണ്ടില്ലേ? അതും നോക്കണ്ട, നീ വലിച്ചു നോക്ക്. നമുക്കറിയത്തില്ലെന്ന് പറഞ്ഞാൽ മതിയല്ലോ. ഇത് മാതാവിൻ്റെ നാമത്തിലുള്ളതെന്ന് ഏകദേശം മനസ്സിലായിട്ട്. ഇത് കണ്ടോ, പക്ഷേ ഇവിടെ എന്തൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്, അതൊക്കെ റഷ്യൻ ലാംഗ്വേജിലാണ് സംഭവം. ക്ലോസാ, വലിച്ചു നോക്കിയോ? ക്ലോസാ. ഉള്ളിൽ തന്നെ കയറി നോക്കാം. ബാ, ഇത് റിനോവേഷനാണ്. ഓക്കെ, ഐ വിൽ സ്റ്റാർട്ട്. ഓക്കെ, ഗുഡ് ഫ്രണ്ട്. ഐ നോ. യാ ഗൈസ്, ആ പള്ളി റിനോവേഷൻ നടക്കുവാണ്. സംഭവം പിടികിട്ടി. അപ്പോൾ അതാണ് ക്ലോസ്. ഇവിടെയുള്ള എല്ലാ പള്ളികളും അതുപോലെ തന്നെ. എന്തോരം വണ്ടികൾ ഇതിലേ പോകാനെ. ഞാൻ നേരത്തെ പറഞ്ഞില്ല, അവരെന്തോ സാധനത്തെ വെച്ച് അളക്കുമായിരുന്നു എന്ന്. അത് ഇതിനായിരുന്നു. ഇതിന് പുറത്തെല്ലാം നീളം വീതി എല്ലാ സാധനം അളക്കുന്നുണ്ടായിരുന്നു. പോകാം ഗൈസ്, നമുക്ക് നേരെ. ഇതൊക്കെ റേഞ്ചറുകൊണ്ട് ഏതോ പഴയ സാധനങ്ങളാട്ടോ. നമ്മുടെ വണ്ടി എടുത്ത് പോയി വണ്ടി കയറാം കേട്ടോ. ഇത് പള്ളിമണി നോക്കി,
ഇത്ര മണിയല്ലേ? എൻ്റെ അമ്മോ, അസാമാന്യ പള്ളിമണി. ഏ ആ, ഇതിൻ്റെ അകത്തൊക്കെ എന്തൊക്കെയോ മെൻഷൻ ചെയ്തിട്ടൊക്കെ ഉണ്ട് കേട്ടോ. ഇത് പണ്ടത്തെ നേടി കാലങ്ങളിലൊക്കെ സാധനം കേട്ടോ ഇത്. ആയിരിക്കാം അല്ലേ? ഓ ഗൈസ്, ഫൈനലി നമ്മുടെ വണ്ടി ബേക്കൗട്ട് എടുത്തിട്ട് എന്താ ഇവന് ഉദ്ദേശിക്കുന്നത് എനിക്ക് മനസ്സിലാകുന്നില്ല. എങ്ങോട്ട് പോകാനാ? വാ, ഇല്ല പോകാനാ? ആ, ഓ ഞാനോർത്തു ഇതിലെ അങ്ങ് ബേക്കോട്ട് പോകാനായിരുന്നു. ഈ വഴിയിൽ നിന്ന് അപ്പുറത്തെ വശത്തോട്ടാണ് നമുക്ക് പോകേണ്ടത്. ഇവിടെ കുറേ ബിൽഡിങ്ങുകളും പള്ളികളും മ്യൂസിയങ്ങളും അതുപോലെ തന്നെ മെമ്മോറിയൽ സംഭവങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതൊരു പഴയ ഒരു സിറ്റിയാണ്, ഹിസ്റ്റോറിക്കൽ സിറ്റിയാണ്. അത് അവർ അതേപോലെ തന്നെ അത് ഇതാക്കിയിട്ടുണ്ടല്ലോ, സൂക്ഷിച്ചിട്ടുണ്ട്. പക്ഷെ ഒരു കാര്യം, ഞങ്ങൾക്ക് ഇതിൻ്റെ പകുതി കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ അറിയുന്നില്ല. ഗൈസ് നോക്കൂ, നമ്മുടെ അടുത്ത ലൊക്കേഷൻ ഇതാണ്. ഇവിടെയാണ് നമുക്ക് കയറേണ്ടത്. എവിടെ പാർക്ക് ചെയ്യും? അതിന്റെ ഫ്രണ്ടിലൊക്കെ പോലെ പാർക്ക് ഉണ്ട്. എങ്ങനെ തിരിയും? ഇവിടുന്നേ നമുക്ക് യൂട്ടേൺ അടി. ഇവിടെ റിനോവേഷൻ ആടാ, ഫുള്ള് റിനോവേഷൻ അല്ലേ? എല്ലാം റിനോവേഷൻ ഇവിടെ കയറ്റി വിടുന്നുണ്ട്, ഉള്ളിലോട്ട് കയറ്റി വിടുന്നുണ്ട്. വണ്ടി വീണ്ടും പണി തന്നു കേട്ടോ. എന്ത് ചെയ്യുമെന്നറിയില്ല. നമ്മുടെ പൊട്ടിയ സാധനം വീണ്ടും പൊട്ടി. നീ ആ സ്റ്റിയറിംഗ് ഒന്ന് തിരിച്ചേ, ഞാൻ കറക്റ്റ് കാണിച്ചു കൊടുക്കാം. നീ സ്റ്റിയറിംഗ് കറക്റ്റ് തിരിക്കണേ. തുറക്ക്, വണ്ടി തുറക്കും. വണ്ടിയുടെ താക്കോല് നിന്റെ ഇല്ല ലിപി? എൻ്റെ എന്നാ വണ്ടി ഊഞ്ചി. അല്ല സോറി, എൻ്റെ കയ്യിൽ തന്നെ. ഞാൻ ആ സാധനം കറക്റ്റ് കാണിച്ചില്ല കേട്ടോ. സ്റ്റിയറിംഗ് തിരിക്കുക. ഇപ്പം തന്നെ കിടന്ന് കുലുങ്ങുക. സ്റ്റിയറിംഗ് പതിയെ തിരിക്കുക. ആ വിട തിരിച്ചേ. ഉണ്ടോ? പോയി കഥം മോകയാ. ഇനിയിപ്പോൾ നാട്ടിൽ നിന്ന് അടച്ചോ. നാട്ടിൽ നിന്ന് സാധനം കൊടുത്തു വിടാതെ വേറെ മാർഗ്ഗമില്ല. നാട്ടിൽ നിന്ന് പാർട്ട് നമ്പർ മേടിച്ച് സാധനം കൊടുത്തു വിടുക. എന്നിട്ട് അതുകൊണ്ട് പിന്നെ മോസ്കോയിൽ നിന്നെങ്ങാനും സാധനം മാറ്റിയിട്ട് റെഡിയാക്കുക. നാളെങ്ങാൻ അവിടെ നിന്ന് ആൾ വരുന്നുണ്ടെന്നാ പറഞ്ഞത്. ഡൽഹിയിൽ നിന്ന് ആൾ വരുന്നുണ്ടെന്നാ പറഞ്ഞത്. അപ്പം കൊടുത്തു പിടിപ്പിക്കാം. മോട്ടറും മേടിക്കണ്ടേ? മോട്ടർ മേടിക്കണം. ഏതൊക്കെയാണെന്നുള്ള ദൈവത്തിനറിയാം കേട്ടോ. നമുക്ക് എന്തായാലും ഓരോ സ്ഥലങ്ങൾ കണ്ടു തീർക്കാം. രാജാവിൻ്റെ വണ്ടിയിൽ കയറുന്നോ? ആ, ഇവിടെ കുതിരവണ്ടിയും കുതിര സെറ്റപ്പൊക്കെ ഉണ്ട്. ഒരു മലയാളീനെ ഞങ്ങൾ കണ്ടായിരുന്നു. ആ സമയത്ത് നമ്മളിത് പൊട്ടിയതിൻ്റെ മലയാളിയല്ലേ, പിന്നെ തമിഴ്നാട്ടുകാർ. പൊട്ടിയതിൻ്റെ വ്യാകുലാതിപ്പെടലായിരുന്നു കേട്ടോ. ഇതേ കിടക്കുന്ന വണ്ടി. ഇതൊരു പള്ളിയാണെന്ന് മനസ്സിലായിട്ടോ. ഇതിൻ്റെ അകത്ത് ആൾക്കാർ കയറുന്നുണ്ട്. മേൽ കുരിശുമുണ്ട്. അപ്പോൾ ഞങ്ങൾ നേരെ മേലോട്ട് കയറുക. നമ്മുടെ വണ്ടി ഇവിടെ ഉണ്ട് കേട്ടോ. ഇടയ്ക്കിടയ്ക്കേ ഹെലികോപ്റ്ററും വിമാനവും ഒക്കെ പോകുന്നുണ്ട്. ടോന്ന് സൗണ്ടും ഉണ്ട്. ലിപിനെ ഇത് തന്നെ വാ. ടിക്കറ്റ് എവിടെ നിന്ന് എടുക്കുന്നത്? ടിക്കറ്റൊന്നും ഇല്ലെന്ന് തോന്നുന്നു പള്ളിക്ക്. ആണോ? ഫൈനലി നമുക്ക് കയറാം കേട്ടോ. ശേടാ, മൂടുപോയി. ആ സാധനം ഇനി നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന് വെക്കലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കുന്ന പരിപാടിയല്ല കേട്ടോ. ഇവിടെ അത്യാവശ്യം ആൾക്കാർ കയറുന്നുണ്ട്. ആദ്യം ഇതിൻ്റെ ഉള്ളിൽ നിന്ന് കയറി നോക്കട്ടെ. ഇതിൻ്റെ ഓഫീസ് ഈ വശത്താട്ടോ. അതിന് ടിക്കറ്റ് എടുക്കണം, ഉള്ളിൽ കയറണം അല്ലേ? അതെ, ആദ്യം പോയി ടിക്കറ്റ് എടുക്കാം. സെൻറ്റ് പീറ്റേഴ്സ്ബർഗിൽ വന്നപ്പം പണി കിട്ടി. ഇവിടുന്ന് കിട്ടുന്നത് നന്നായി. ഇനിയിപ്പോൾ എന്നെ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ എത്ര പെട്ടെന്ന് നാട്ടിലാരെങ്കിലും വിളിക്കണം. നാട്ടിലാരെങ്കിലും വിളിച്ചിട്ട് സാധനം കൊടുത്തു വിടാനുള്ള സെറ്റപ്പ് ചെയ്യണം. ആണ് നമുക്ക് ഇപ്പം നടക്കുന്ന കേസുള്ളത് കേട്ടോ. ടിക്കറ്റ് പോയി എടുക്കട്ടെ. പിന്നെ വിദേശികൾക്ക് പൈസ കൂടുതലായിരിക്കും. 5000 രൂപ. 40,000 രൂപയിൽ ഇനി 20,000 രൂപ ഉള്ളൂടാ ബാക്കി. അത്രേ ഉള്ളൂ. ബാക്കി മൊത്തം ചിലവായി. ഇതെന്തോ ഈ ടൂർ പാക്കേജ് നടത്തുന്ന കമ്പനി ആട്ടോ. അതാ ഇവിടുന്ന് ടിക്കറ്റ് എടുക്കും. നമസ്കാരം. വിസ അതിൻ്റെ ഇതൊക്കെ കാണിക്കുന്നുണ്ട്, പക്ഷെ ഒന്നും എടുക്കൂല കേട്ടോ. ഇവിടെ കുതിരവണ്ടി ഇഷ്ടം പോലെ ഇന്ത്യക്കാരും. അടിപൊളി. ഇതായിരുന്നു ഫ്രണ്ട് സൈഡ്. നമ്മൾ കൊണ്ട് ബാക്ക് സൈഡിൽ നിർത്തിയേക്കുന്നത്. ഇഷ്ടം പോലെ ഇന്ത്യക്കാരുണ്ട് കേട്ടോ. വാ, ഇതാണ് കയറുന്നത്. പക്ഷെ അല്ല, എത്രയാടാ? 450 രൂപ ഒരാൾക്ക്. ടിക്കറ്റ് കഴിച്ചോ? പൈസ കഴിച്ചോ? ടിക്കറ്റ് നീ കഴിച്ചോ? ഇഷ്ടം പോലെ ഇന്ത്യക്കാരാണല്ലോടാ. ഇത് അങ്ങോട്ട് നോക്ക്. പ്രധാനപ്പെട്ട ഒരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ ആയതിനെ ഇത്. ഇത് നോക്കി. ഇവിടെയൊക്കെ പ്രത്യേക വസ്ത്രധാരണമൊക്കെ ധരിച്ച് ആളുകളെ കാണാം കേട്ടോ. ഇവിടുന്ന് അങ്ങോട്ടും ഇങ്ങോട്ടെങ്ങാനും കയറണ്ടേ. ഹലോ, ഇന്ത്യ. തൊട്ട കഴിഞ്ഞാൽ പൈസ പോയി. ഞങ്ങളെ ഉള്ളിൽ കയറട്ടെ. ഇതിൻ്റെ അത് വീഡിയോ ഇതായിരുന്നു കേട്ടോ ഫ്രണ്ട് സൈഡ്. ഇതാട്ടോ എൻട്രി. ഇവിടുന്ന് കയറണ്ടേ. അപ്പോൾ ടിക്കറ്റ് സ്കാൻ ചെയ്യണം, കയറുക. ഓ, സെൽഫാണെന്ന് പറഞ്ഞാൽ എനിക്ക് തന്നേരെ. അതിന് 3 എണ്ണം 2 എണ്ണം പൈസയുടെ ബില്ലായിരിക്കും. അവർ കാണിക്കുന്നല്ലോ നമുക്കും കാണിക്കടാ. ഓക്കെ.
സ്കാൻ ചെയ്ത് പോയാൽ മതി കേട്ടോ. അത് 300 രൂപ ടിക്കറ്റ്. ഇപ്പോൾ ഇവിടെ കുത്തിയപ്പം അവിടെ ഇല്ലയെന്ന് പറഞ്ഞു. അപ്പോൾ അത് വില കുറഞ്ഞാണ്, നമ്മൾ വില കൂടിയതാണ് എടുത്തത്. വില കൂടിയ ടിക്കറ്റാണ് അവർ തന്നത്, നമ്മൾ എടുത്തതെന്നല്ല അവർ തന്നത്. നമുക്ക് ഇതിലേ പോവാം കേട്ടോ. പിന്നെ തൊപ്പി വെക്കാൻ പാടില്ല, തൊപ്പി ഒരിക്കും. ഇതേവിടെ പ്രത്യേകം മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഇതവിടെ നോക്കും. പല സ്ഥലത്തും ക്യാമറയും പാടില്ല കേട്ടോ. ഇതേപോലത്തെ ഒരു പള്ളിയിലാണ് നമ്മൾ വന്ന് കയറിയാക്കുന്നത് കേട്ടോ. ഇത് സ്ട്രെച്ചറാണെന്ന് തോന്നുന്നു, എന്തൊക്കെയോ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഇവിടെ എന്താ സാധനങ്ങൾ മേടിക്കുന്ന കടകളാട്ടോ. കുരിശൊന്നുമില്ലല്ലോ. കാണിച്ചു കൊടുത്തേ, ചിലപ്പോൾ കാണും. അതൊന്നും കാണിക്കണ്ട, നമുക്ക് അടുത്തടുത്ത കടകളിൽ പോയി നോക്കാം. നമുക്ക് അടുത്തടുത്ത കടകളിൽ പോയി നോക്കാം. പുസ്തകമൊക്കെയാണ് ഇത്. ഇങ്ങനത്തെ സാധനത്തിൻ്റെ അകത്ത് കുരിശുള്ളത്. എന്ത് ഇങ്ങനത്തെ ഉള്ളത്? എൻ്റെ അമ്മേ, ആൾത്താരുണ്ട്. എൻ്റെ കിളി പോയിട്ടോ. എന്നെ പോലെ ആൾത്താരല്ലേ ഇതൊക്കെ ഇങ്ങനെ വിശദീകരിച്ച് കൊടുക്കുന്നുണ്ട് പല പല ഗൈഡുമാർ. നമ്മളെപ്പോലെ ഉള്ളവർക്ക് വിശദീകരിക്കാൻ ഞങ്ങൾ തന്നെ. അതെ, നമുക്കൊന്നും മനസ്സിലാകാത്തതുകൊണ്ട് ഞങ്ങളില്ല നടക്കട്ടോ. ഇത് റഷ്യനോർസ് പള്ളിയാണെന്ന് മനസ്സിലായി. നമുക്ക് ഇവിടെ എന്തെങ്കിലും സൂനിയറുകൾ മേടിക്കുന്ന കടകളിൽ നിന്ന് നോക്കാം കേട്ടോ. ഇവിടെ ജൂവലറികൾ വിൽക്കുന്ന കടയാട്ടോ. എല്ലാം ഭയങ്കര വിലയാണ് കണ്ടോ. നമുക്ക് മോസ്കോയിൽ നിന്ന് മേടിക്കാം. ഇവിടെ ആരും വർത്താനം പറയുന്നില്ല, ഒരു മനുഷ്യൻ മിണ്ടുന്നില്ല, ഞങ്ങൾ മാത്രം ഇവിടെ മിണ്ടുന്നു. ആൾക്കാരെ കണ്ടിട്ട് തന്നെ കിളി പാറിപ്പോയി കേട്ടോ, അത്രയും വലുതേ. ദൈവം ഇങ്ങനെയുള്ള സ്ഥലത്തല്ലേ നമ്മൾ കുർബാനിക്ക് എന്ന് കയറിയേ. അതെ, ഇപ്പം ഉള്ളിലാട്ടോ അല്ലേ ഇതും. ഇപ്പം എല്ലാം ഉള്ളിലാട്ടോ. ഞാൻ എൻ്റെ കറക്റ്റ് കാണിച്ചു തരാം. നോക്കിക്ക്, എല്ലാം ഉൾഭാഗത്താണ്, ഒന്നും പുറത്തില്ല. ഒരു റഷ്യൻ പള്ളിയിലച്ചനെ കണ്ടെത്തി കേട്ടോ. ഇതേ നിൽക്കുന്നു. ദൈവമേ, കണ്ടിട്ട് തന്നെ പേടിയാവും അല്ലേ. എന്തൊക്കെയോ അച്ഛൻ പറയുന്നുണ്ട്. അച്ഛൻ എന്തൊക്കെയോ പറയുന്നുണ്ട് കേട്ടോ. ആണ് അച്ഛൻ. ഇതാണ് ഇവിടുത്തെ വേറൊരു അൾത്താരം. ഇത് വേറൊരു അൾത്താരം. ഇത് വേറൊരു വലിയ ലൈറ്റ് സംഭവം. അസാമാന്യ കൺസ്ട്രക്ഷൻ ആട്ടോ. എനിക്ക് നമുക്ക് ഒരു സംഭവം പിടിയിട്ടുന്നില്ല. ആരും മിണ്ടുന്നുമില്ല ഇവിടെ, വലിയ സൗണ്ടില്ല. എല്ലാവരും ആകെ ഒച്ചത്തിൽ സംസാരിക്കാൻ നമ്മൾ മാത്രമേ ഇവിടെ ഒച്ചത്തിൽ സംസാരിക്കുന്നുള്ളൂ. അതിൽ ഞങ്ങൾ പള്ളിയിൽ നിന്ന് പുറത്തിറങ്ങി. അതിൻ്റെ ഉള്ളിൽ ആരും അങ്ങനെ സംസാരിക്കുന്നൊന്നുമില്ല കേട്ടോ. വേറെ രീതിയാണ്. അമ്പം പള്ളിയിൽ നിന്ന് വെച്ചാൽ കിളി പാറിപ്പോട്ടോ. കണ്ടു കഴിഞ്ഞാൽ വർത്താനം നല്ല ഒച്ചത്തിൽ പറഞ്ഞ് അന്നപ്പം പാടെ പിടിച്ചോണ്ട് പോകുന്നുണ്ട്. പിന്നെ പല സ്ഥലത്തും ഇങ്ങനെ എടുക്കരുത്, പിന്നെ തൊപ്പി വെക്കരുത്, പിന്നെ അതേപോലെയുള്ള അത് എന്താ പറയുക, കൂളിംഗ് ഗ്ലാസ് വെക്കരുത്, അങ്ങനെ നിയമങ്ങളും സംഭവങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ടോ. ഇന്ന് അത്യാവശ്യം നല്ല കാലാവസ്ഥ കേട്ടോ. മോസ്കോ അല്ല, സെൻറ്റ് പീറ്റേഴ്സ്ബർഗ്. തണുപ്പുണ്ട്. ഞങ്ങളുടെ കാര്യമാണ് അധോഗതി ദുഃഖവെള്ളി. കാരണം എന്ന് വെച്ചാൽ ഞങ്ങളുടെ ഈ സാധനം ഇപ്പം നാട്ടിൽ നിന്ന് വരുത്തിച്ച് റെഡിയാക്കിയില്ല, പണി പാളും. വണ്ടി കാല് കൊടുക്കാതെ ഈ സാധനം തിരിച്ചു കയറാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നേ ഇല്ല കേട്ടോ. ഇവിടെ ഒന്നും ഓവർ എക്സ്പെൻസീവ് അല്ല കേട്ടോ. ഒന്നും അങ്ങനെ വലിയ ഓവർ എക്സ്പെൻസീവോ സംഭവങ്ങളോ കാര്യങ്ങളോ ഒന്നുമല്ല. ബട്ട് എന്താ പറയുക, രണ്ടുപേര് ഇന്ത്യ 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 താങ്ക് യു. കൈസ് ഇവിടെയുള്ള എന്തോ എന്നാണോ ലിപിന് എനിക്കൊന്നും മനസ്സിലായില്ല. എൻ്റെ കുറേ ഓടി വന്നു. ഞാൻ ഓടി വന്നു. കൈസ് ഫൈനലി ഞങ്ങൾ പോവാണ്. ഇത് കൊണ്ടാണ് ഇതാ തിരിയല്ല, ഇതുണ്ടോ സ്റ്റിയറിങ് തിരിയല്ല കേട്ടോ. ഇതേ ഞാൻ കറക്റ്റ് കാണിച്ചു. ഇനിയിപ്പോൾ എന്ത് ചെയ്യും, മോസ്കോയിലേക്ക് ഓടിച്ചു പിടിക്കുക എന്നല്ല വേറെ മാർഗം കേട്ടോ. ആക്സിഡൻറ്റ് കൊടുത്തു കഴിഞ്ഞാൽ വിട്ടു പിടിക്കും. ഇതേ എന്ത് ചെയ്യുക, പോവല്ലോ. ഇപ്പം എന്നാ ചെയ്യാൻ പറ്റുമോ, എങ്ങനെ ഓടിക്കും എന്ന് വെച്ചാൽ പ്രിൻസറിനെ വിളിക്കട്ടെ. മോട്ടോർ സാധനം ഒപ്പിക്കാൻ പറ്റുമോ നോക്കട്ടെ. അത് വീണ്ടും പൊട്ടി, അതെന്താ കാരണം എന്നുള്ളത് ചോദിച്ചു നോക്കട്ടെ, എന്നാലേ ബാക്കി സംഭവം അറിയാൻ പറ്റുള്ളൂ. എന്നാണ് ചോദിക്കുന്നത്? മോട്ടോർ വേണമെന്നില്ല. എന്തായിരിക്കും ഈ സംഭവം വീണ്ടും പൊട്ടുന്നത്? അത് ബെൽഡ് ചെയ്ത് വെക്കുമ്പോൾ ഒരു പ്രശ്നമില്ല. അല്ല, ഇത് ഈ സാധനം ലോഡ് വരുന്നത് അതിനകത്താ വരുന്നത്. ലോഡ് വരുന്നത് അതിനകത്താ. മറ്റേ പമ്പ് ശരിക്കും അതിനകത്തല്ല വരുന്നത്. പമ്പ് അതിന്റെ ഒരു ബ്രാക്കറ്റിൽ ഫിറ്റ് ചെയ്ത്, ആ ബ്രാക്കറ്റാണ് ഈ ബ്രാക്കറ്റിൽ ഫിറ്റ് ചെയ്യണം. ഇതിന്റെ എന്നാ വിലയുണ്ട് ആ മെഷീന്, പമ്പിന്? പമ്പിന് എങ്ങാണ്ട് നമുക്ക് 6 രൂപ, 6500, 6500. അത്രേ ഉള്ളൂ. പമ്പ് വേണ്ട നമുക്ക്, പമ്പിന് കംപ്ലൈന്റ് ഇല്ല തന്നെ. ആ ബ്രാക്കറ്റ് പൊട്ടിപ്പോണം. ബ്രാക്കറ്റ് വെൽഡ് ചെയ്ത് കറക്റ്റ് അല്ല, അത് കറക്റ്റ് അല്ലാത്തതുകൊണ്ടാണ് പൊട്ടിപ്പോണത്. അപ്പൊ എന്തെങ്കിലും സാധനം ഇട്ട് ബെൽഡ് ചെയ്യണോ? ഏതാണ്? എന്തെങ്കിലും സാധനം ഇട്ട് ബെൽഡ് ചെയ്യണോ? ഇതിപ്പോ തിരിയുന്ന പോലും ഇല്ല. ആക്സിലേറ്റർ കൊടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെ ടിക് ടിക് ഇല്ല. ആക്സിലേറ്റർ കൊടുത്താലും തിരിയൂല. സ്റ്റിയറിംഗ് തിരിയില്ല. ആക്സിലേറ്റർ കൊടുത്താലും തിരിയില്ല. ഇങ്ങനെ വണ്ടി റണ്ണാവുമ്പം തിരിയും.
ആ എന്നാൽ ആയിക്കോട്ടെ. ഒന്ന് അതിൻ്റെ ഇത് അഴിച്ച് കാണിച്ചു തരുമോ? എന്നാൽ പിന്നെ എന്നെ ചെയ്യാൻ പറ്റുമെന്ന് നോക്കട്ടെ. പമ്പിനാണെങ്കിൽ ഈ വിഷയം അല്ല, പമ്പിനാണേലേ ഇപ്പം നമ്മൾ ഇത് ചെയ്ത് വെച്ചാലും കുഴപ്പം വരികയല്ലോ, സ്മൂത്തായിട്ട് വർക്ക് ചെയ്യുന്നില്ലേ. ഇപ്പം നമ്മുടെ വണ്ടി അയ്യോ ഇപ്പം അടിച്ച് കിട്ടിയാണ് നമുക്ക്. ഏതാ എങ്ങനെ എടുക്കും? എങ്ങനെ എടുക്കും? കംപ്ലൈന്റ് റിവേഴ്സ്. അതൊരു വണ്ടി എൻ്റെ അമ്മ ജീവാകണം കേട്ടോ. ജീവാണ്ട് കൊടുത്തായിരുന്നു. ഇപ്പം നമ്മളെ എല്ലാം എഴുതി കൊടുക്കണ്ടോ? എല്ലാം എഴുതി കൊടുക്കേണ്ട വന്നാനെ, പണി പാളിയാനെ. അല്ല ബെൻസിനും കൊടുത്താനാട്ടോ നമ്മള് നോക്കാൻ എടുത്താൽ പരിപാടി പാളിയാനെ. അതാ ബെൻസ് തൊട്ട് വേക്കി തന്നെ ഉണ്ട്. അങ്ങനെ ആ ഗ്യാപ്പിൽ കൂടെ പോകണല്ലോ ഇതിനെ. നോക്കി ആ പോട്ടെ 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 പോട്ടെ. ഇവിടെ ഓക്കെ, അവിടെ ഓക്കെ അല്ലേ? ആ പോട്ടെ പോട്ടെ പോട്ടെ. റെഡി? ആ പോട്ടെ. നമ്മൾ വലിയ മ്യൂസിയം കേട്ടോ. എന്ത് മ്യൂസിയം ആണെന്ന് ചോദിച്ചാൽ ഇവിടെ എല്ലായിടത്തും ക്യാമറ ഉപയോഗിക്കാൻ പറ്റും. അതാണ് ഏറ്റവും കൂടുതൽ പ്രശ്നം. കുറേ സ്ഥലത്തൊക്കെ കയറിയാൽ തന്നെ മിണ്ടാൻ പറ്റൂല. ഒറ്റ ഒക്കെ നമ്മൾ മെയ്ബാക്ക് ഒക്കെ പോകുന്ന നോക്കിയാൽ ഞങ്ങൾ ഈ ബ്ലോക്കിന്റെ ഉള്ളിൽ കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും തലങ്ങും വിലങ്ങും ഓടും കേട്ടോ. ഫനി നമ്മൾ മാപ്പ് ഇട്ടു കേട്ടോ. 7 മണിക്കൂർ കൊണ്ട് നമ്മൾ എത്തും. അല്ലല്ലോ പിന്നെ ഈ സ്ഥലമില്ലേ, ഈ സ്ഥലത്തിന്റെ ഈ ബ്രിഡ്ജ് പിന്നെ ഷിപ്പ് പോവാൻ നേരം തുറക്കുന്ന ബ്രിഡ്ജാ. അങ്ങനത്തെ സെറ്റപ്പ് അല്ലേ പിന്നെ? അങ്ങനെ ആകുമ്പോ റോഡിന് മറ്റേ ഇത് വേണ്ടേ? അതൊന്നും ഇല്ലല്ലോ. നമുക്കൊന്നും അറിയത്തൊന്നുമില്ല. നമ്മൾ കാണുന്ന അങ്ങോട്ട് നോക്കി, നീ ക്യാമറ പുറത്തിട്ട് അങ്ങോട്ട് കാണിച്ചു. അവിടെ ഫുള്ള് ഫാക്ടറി കേട്ടോ ഗൈസ്. നമ്മൾ ഇപ്പം കണ്ട ഭാഗങ്ങൾ ഇത് ആ സൈഡാട്ടോ. അവിടുന്ന് ഇങ്ങോട്ട് പിന്നെ സൂര്യൻ അടിക്കുന്നതുകൊണ്ടാണ് ഒരു കറുത്ത ഒരു ഇതിൽ കാണുന്നത്. നമുക്ക് ഈ വഴിയാണ് എക്സിറ്റ് അടിക്കേണ്ടതും. ഈ ഒരു ട്രാക്ക് പിടിച്ച് വേണം പോകാനത്. ഇവിടെ വളരെ ശ്രദ്ധിക്കണം. ഇവിടെ സീബ്ര ക്രോസ് ഉണ്ടെങ്കിൽ പണി പാള് കിട്ടും. അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ച് വേണം കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ വേണ്ടി. ഫാസ്റ്റർ ഇത് എന്തെന്നായി പറയുന്നത്? നമ്മൾ പൈസ കൊടുത്ത് പോകുന്ന റോഡല്ലേ മെൻഷൻ ചെയ്താക്കുന്നത്? അതെ ഗൈസ് നോക്കും, നമ്മൾ പൈസ കൊടുത്ത് പോകുന്ന റോഡാട്ടോ പറഞ്ഞാക്കുന്നത്. അത് കിട്ടുമില്ല എന്നൊക്കെ ഉള്ളത് യാൻഡസ് തരുന്ന പോലെ ഇരിക്കും. എന്തായാലും നമുക്ക് ഫൈനലി ഈ ഭാഗത്തു നിന്ന് തിരിയാട്ടോ. ഇവിടെ കുറേ കാണാനുണ്ടായിരുന്നു കേട്ടോ. നൈസായിട്ട് ആ സ്ഥലത്തോട്ട് വണ്ടി വെച്ചാൽ മതി. എന്താ ഗൈസ് ഇവിടെ ഇഷ്ടം പോലെ കാണാനുണ്ടായിരുന്നു കേട്ടോ. ഇതുണ്ടോ നൈസായിട്ട് ഈ സ്ഥലത്തോട്ട് വണ്ടി വെച്ചാൽ മതിയായിരുന്നു. കപ്പലൊക്കെ കിടപ്പുണ്ട്. ഇതെന്തത് കപ്പല്? ഗൈസ് ഇവിടെ എന്തൊക്കെയോ കാണാനുണ്ട് കേട്ടോ. ഷിപ്പ് യാർഡ് ഇവിടെ എടുത്തെങ്ങാണ്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. ഇത് പൊളി സ്ഥലം കേട്ടോ. നോക്കിയേ എന്ത് രസമല്ല കാണാൻ വേണ്ടി. കിടിലൻ എന്താ സ്ഥലം. ഞങ്ങൾ പതിയെ ഇതിനകത്തോട് ഉരുട്ടിയായിട്ട് ഓടിക്കുന്നത്. ഞങ്ങളെ പിടിക്കില്ലെന്ന് അറിയില്ല. കിടിലൻ കാലാവസ്ഥ, നല്ല അടിപൊളി കാലാവസ്ഥയാണ്. അതുകൊണ്ട് നല്ല എന്താ പറയുക, മൊത്തത്തിലൊരു നല്ല ക്ലൈമറ്റ് ആട്ടോ. ഇനി നമുക്ക് യൂറോപ്പിലൊക്കെ ഇങ്ങനത്തെ സെറ്റപ്പ് കിട്ടും. അവിടെയൊക്കെ ഉണ്ടോ നീ പറഞ്ഞ പോലെ? ട്രെയിനോ കപ്പലോ. നമുക്ക് ഇപ്പുറത്തെ വശത്തൂടെ കേട്ടോ പോകണ്ടേ. പോർട്ടുകൾ അതുപോലെയുള്ള പരിപാടികളും സംഭവങ്ങളും കാര്യങ്ങളൊക്കെ ഈ വശത്ത് നടപ്പുണ്ട്. പിന്നെ ഇവിടെ കൺസ്ട്രക്ഷൻ അതുപോലെ സംഭവങ്ങൾ നടപ്പുണ്ട്. പോവാ ഗൈസ്, ഇത് കലക്കി. ഇതൊക്കെ ഈ സെന്റ് പീറ്റേഴ്സ്ബർഗിന്റെ ഒരു ഭാഗം കേട്ടോ. പിടിച്ചു കഴിഞ്ഞാൽ 1000 രൂപ 500 രൂപ തിരിയുന്നില്ല. അമ്മേ തിരിയൂല കേട്ടോ. എൻ്റെ അമ്മ തിരിയാൻ പോകുന്നുണ്ട് കേട്ടോ. നോക്കണേ നാട്ടിൽ നിന്ന് ഇന്ന് രാത്രി തന്നെ അതൊക്കെ പറഞ്ഞ് ക്ലിയർ ചെയ്ത് നാട്ടിൽ നിന്ന് സാധനങ്ങൾ എത്രയും പെട്ടെന്ന് എത്തിക്കണം കേട്ടോ. ഇതൊക്കെ പാർക്കിംഗ് ആണോടാ? മോട്ടോർ ഹോം എവിടെ? ഇഷ്ടം പോലെ മോട്ടോർ ഹോം. റെന്റൽ മോട്ടോർ ഹോം ആണോ എന്താണെന്ന് അറിയത്തില്ല. ഇഷ്ടം പോലെ മോട്ടോർ ഹോമുകൾ ഇവിടെ കിടപ്പുണ്ട്. കറണ്ട് കൊടുത്തിട്ടുണ്ട് എല്ലാത്തിൻ്റെ അകത്തും. ആണോ? ഇതാണ് ബോട്ടുകളും സംവിധാനങ്ങളും കണ്ടോ. അപ്പുറത്തെ സൈഡിലെ ബിൽഡിങ്ങുകളൊക്കെ ഉണ്ടോ. എല്ലാ സ്ഥലത്തും ഒരു കുരിശടി പോലത്തെ സെറ്റപ്പ് ഉണ്ടാവും കേട്ടോ. പിന്നെ ഇതാ ബോട്ട്. ഇത് റഷ്യയുടെ കപ്പലാണ്. കപ്പലാ? എന്തോ ഒരു കപ്പലാന്ന് തോന്നുന്നുണ്ടോ. അവിടെ എത്തുന്നുള്ളൂ നമ്മൾ. ഇത് കണ്ടോ, കപ്പലല്ല, വേറെ എന്തോ സാധനം. ഇവിടെ നമുക്ക് വളഞ്ഞു പോകണം. ഇതെന്തോ ബോട്ടാണ്. ഇതാ നമ്മൾ നേരത്തെ കണ്ടേന്ന് തോന്നുന്നു. ഇവിടെ നിന്നാണ് നമ്മൾ തിരിഞ്ഞു പോകുന്നത്. നോക്കി അവിടെ ഒരു പള്ളി ഉണ്ട് കേട്ടോ, ഒരു പെടപ്പള്ളി. നമ്മൾ ഓടിക്കുന്ന സ്ഥലം മൊത്തം റെഡാട്ടോ. സിഗ്നലാണ്, സിഗ്നലിൽ കിടക്കുവാണ്. ഇത് നോക്കി ഇപ്പുറത്തെ വശത്ത് നോക്കി. എടാ ഇത് ട്രക്കും വീടാക്കിയിട്ടുള്ള സംഭവം ഉണ്ട് കേട്ടോ. എനിക്ക് തോന്നേ ഇതുണ്ട് ടൂറിസത്തിന്റെ ഭാഗമായിട്ട് എന്തോ ഞാൻ കണ്ടു. ഇതിവിടെയുള്ള സാധാരണക്കാരാ ഇവിടെ വീട് മേടിക്കാൻ സെറ്റപ്പ് ഇല്ലാത്തതുകൊണ്ട് അവർ ഇതേപോലെ ചെയ്യുന്ന. അതാടാ പിന്നെ ഇവിടുത്തെ ഓരോ പള്ളി ഓരോ രീതിയിലാട്ടോ. നമ്മൾ ആദ്യമായിട്ടാണ് ഈ ടൈപ്പുള്ള ഒരു പള്ളി കാണുന്നത്. അല്ലേടാ പല ഇതുണ്ടാവും അല്ലേ? ഗൈസ് നോക്കൂ, ഇനി ഈ ഇവിടുത്തെ ഉള്ള ഓർത്തഡോക്സിൽ തന്നെ പല പല വിഭാഗങ്ങൾ. എന്തോ വേറൊരു വണ്ടി. ഇതെന്താ സാധനം? എന്തൊരു സാധനം പുള്ളി എനിക്ക് കെട്ടാൻ വേണ്ടി തന്നു. ഞാനത് മേടിച്ചു. എന്താ ഇത്? ക്രിസ്മസ് ട്രീ. എന്താന്നറിയില്ല കേട്ടോ.
വുഡിൽ ഉണ്ടാക്കിയ സ്മെല്ലൊന്നുമില്ല, സാധനം എനിക്ക് കിട്ടി. ആ ഇതേ മോസ്കോ പോർട്ടാണ് കാണുന്നത്. ഞാൻ പറഞ്ഞില്ലായിരുന്നു ഇവിടെ ഫ്ലൈ ഓവറുകൾ നോക്കിയാൽ ഇവിടുത്തെ അസാമാന്യ ഫ്ലൈ ഓവറുകൾ. ഞങ്ങൾ ഇച്ചിരി പെതിയാട്ടോ പോകുന്നത്. ഇതേ പോർട്ട് റോഡ് ഗൈസ്, ഇതാ പോർട്ട് കേട്ടോ. ഇത് പോർട്ടിന്റെ ബിൽഡിങ്ങുകളും സംവിധാനങ്ങളൊക്കെയാന്ന് തോന്നി ഈ കാണുന്നത്. അതിന്റെ കാരണം എന്താ പറയാ, ഞാൻ പോർട്ട് നേരത്തെ പറയാൻ കാരണം അങ്ങനെ ഒരു വണ്ടി മറ്റേ ഇത് കാരണം ഇവിടെ പോർട്ട് ഉണ്ടാവണം അല്ലേ. ഗൈസ് ഇവിടെ റെയിൽവേ നെറ്റ്വർക്ക് 110 കേട്ടോ മാക്സിമം ലിമിറ്റ്. നമ്മൾ ഇങ്ങോട്ട് വന്ന റോഡിലല്ല തിരിച്ചു പോകുന്നത്, അങ്ങോട്ട് നമ്മൾ എക്സ്പ്രസ് വേയിലാണ് പോകുന്നത്. ഇച്ചിരി പൈസ കൂടുതലാണ്, പക്ഷേ നമ്മൾ ഇങ്ങോട്ട് 2 ദിവസം കൊണ്ട് എത്തിയത് 6.5 മണിക്കൂർ കൊണ്ട് നമ്മൾ മോസ്കോ എത്തും. നോക്കണേടാ ഗായ്സ്, നോക്കി ഇതേപോലെ തന്നെ ഇതിന്റെ അപ്പുറം റോഡ് കണ്ടോ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇങ്ങോട്ടും അങ്ങോട്ടും പോകുന്ന പോലത്തെ റോഡ് ഉണ്ട് കേട്ടോ. അപ്പുറമാണ് ഇപ്പുറമാണ് കൺസ്ട്രക്ഷനും പരിപാടിയും സംഭവങ്ങളൊക്കെയാണ്. ഫുൾ അപ്പാർട്ട്മെന്റ് അപ്പാർട്ട്മെന്റുകൾ ഇഷ്ടം പോലെ പണിത് കൂട്ടുന്നുണ്ട് കേട്ടോ, പുതിയതും പഴയതുമായിട്ട്. അത് ഓൾറെഡി ഡെവലപ്പായി. ഇനി ഇതിന്റെ അകത്ത് എന്നാ ഡെവലപ്പ് ആകാനല്ലടാ ലിപി. അതെ, ഞാൻ ഓർക്കുന്നേ നമ്മൾ ഇവരുടെ ഒരു 20 കൊല്ലം ബേക്കിലാണ് അവനെ. 20 ഇവര് പണ്ടേ ഡെവലപ്പ് ആയതല്ലേ. അപ്പൊ നമ്മള് മോസ്കോയ്ക്കാണ് പോകുന്നത്. നമ്മൾ കാശ് കൊടുക്കാൻ അവിടെ ക്ലിപ്പ് ചെയ്യുമല്ലേടാ. ഏതാണ്ട് മോസ്കോ എക്സിറ്റ് അടിക്കുന്നതിന് 3000 രൂപയാണ് എന്നുള്ളതാണ് എന്റെ വിലയിരുത്തൽ. 700 കിലോമീറ്ററോടെ 3000. നമുക്ക് ഇവിടെ തന്നെ ഇടാം, നമുക്ക് താമസം മുന്നോട്ട് വെക്ക്. ലോറി പോയി കഴിഞ്ഞാൽ പോകാലോ. ഗൈസ് ഏതാണ്ട് 3000 രൂപയാണ് നമ്മുടെ ടോൾ കേട്ടോ. എടുത്തോ, പൈസ എടുത്തോ. പൈസ എന്റെ അടുത്ത് കയ്യിലില്ലേ? 5000 നമ്മൾ എന്തിനാ എടുത്തായിരുന്നല്ലോ ടിക്കറ്റ് എടുക്കാൻ. 5000 ഒന്നും വേണ്ട. എത്രയാന്നുള്ളത് ഇപ്പൊ അറിയാം കേട്ടോ. 900, 500, 1000. ഏതാ പിന്നെ അടുത്ത് വേറെ ഉണ്ടാവും. സ്ലിപ്പായിരിക്കും, സ്ലിപ്പായിരിക്കും. മോസ്കോ മോസ്കോ മണി 500 500 500ആണോ? കൊടുക്കും 500 ഉള്ളോ? അപ്പൊ ഇനിയിപ്പോ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാവും കേട്ടോ അല്ലേടാ. ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. 500 ആണോ? 1000 ഒറ്റ 10 100 1000 അവിടെ എഴുതി കാണിക്കുന്നുണ്ടോ? ട്രെയിൻ. ആഹാ, സിംഗിൾ ട്രെയിൻ ആണല്ലോടാ, ഒന്നും ഇല്ലല്ലോ. ട്രാക്ക് ക്ലിയർ മാത്രം കേട്ടോ. റെയിൽവേ ബോഗി അല്ലത്, എഞ്ചിൻ മാത്രം. എഞ്ചിൻ മാത്രമാണോ പോയെ? എന്താ അതിന്റെ സെറ്റപ്പ് എന്ന്. എന്തോരം വണ്ടികളാ ലൈനായിട്ട് ഇറങ്ങിപ്പോന്ന് അറിയാമോ. ഇത് കുറേ സ്ഥലത്തേക്കുള്ള ഡൈവേഷൻ ആട്ടോ. നമ്മളിപ്പം ഏകദേശം തിരിയാൻ വേണ്ടി പോവാണ് ഗൈസ്. ഇവിടുത്തെ ട്രെയിനുകൾക്ക് ബോഗി കുറവാന്നുള്ളൊരു കാര്യം ഞങ്ങൾക്ക് മനസ്സിലായിട്ടോ. ബോഗിയൊക്കെ ഉള്ളതിനെ 8 ബോഗിയും പിടിക്കേണ്ടതെല്ലാം പിടിച്ച് പയ്യെ പോവുള്ളൂ. സ്പീഡും കുറവാണ്, വലിയ സ്പീഡൊന്നുമില്ല കേട്ടോ ഇവിടുത്തെ ട്രെയിനുകൾക്ക്. ഈ പോകുന്ന വഴിക്ക് ഇങ്ങനെ പിടിച്ചിട്ടാക്കുന്ന കാണാം അല്ലടാ ലിപിയ. ഇഷ്ടം പോലെ. ഇതാണ്ടാ ട്രെയിൻ കഴിഞ്ഞു. ഹൃദയം സന്തോഷിച്ചു കേട്ടോ. പൈസ കൊടുക്കണം അല്ലേ? കൊടുക്കണമെങ്കിൽ അവിടെ അടിച്ച് ലിസ്റ്റ് കൊടുത്താൽ മതിയായിരിക്കുമോ? പൈസ കൊടുക്കണമായിരിക്കൂടാ. കാശ് എനിക്കൊന്ന് ഇത് മോസ്കോയ്ക്ക് കയറുന്ന ടോൾ ഇതാന്ന് തോന്നുന്നു. ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ കഴിഞ്ഞാട്ടാ. അതാ റിംഗ് റോഡിന്റെ ആയിരിക്കും 500 രൂപ. ഇതെന്തിന്റെ ആയിരിക്കുമോ? ഇതിനിപ്പോ ഇവിടുന്ന് ഞെക്കി എടുക്കണം സ്ലിപ്പ്. അന്നപ്പോ ഇച്ചിരി നീ അത് ഇതാക്കണ്ടേ. അവിടെ ഞാൻ പറയടാ, ഞാൻ ബ്ലൂ അത്തെ പിടിച്ച് ഞെക്കിയാൽ നിർത്ത്. ഇവിടെ ആണല്ലേ ഇറങ്ങണ്ടാലോ. ഇറങ്ങണ്ട. അതെ, ആ ഞെക്കുമ്പോ ഒരു സ്ലിപ്പ് വരും. അല്ല കിട്ടിയോ? നോ സ്ലിപ്പ്. യെസ് നോ പ്രോബ്ലം. കിട്ടി. ഫോണിലാദ്യം പിടിച്ചേക്ക്. ഇനിയിപ്പോൾ അവിടെ ചെന്ന് ഇറങ്ങുന്ന അവിടെ ആയിരിക്കും ഇതിൻ്റെ ബാക്കി പരിപാടികൾ. ഇതാണ് മോസ്കോയ്ക്ക് കയറി കേട്ടോ. ഞെക്കിയ പാടാ തന്നെ. എന്താ പ്രശ്നം? അതിനാ സാധനം മാറിപ്പോയാ ഞെക്കിയത്. ഇതേപോലെയുള്ള റോട്ടിൽ ഇനിയും ഏകദേശം 615 കിലോമീറ്റർ സഞ്ചരിക്കണം കേട്ടോ. നമ്മളിനി എക്സിറ്റ് ആവുന്നോടം വരെ ചവിട്ടി പിടിച്ചാൽ മതി. എക്സിറ്റ് ആകുന്നത് മോസ്കോയിലാണ്. ഫൈനലി കിട്ടി. ഇത് എന്താ ഇത്? ടോൾ ബൂത്താന്ന് മനസ്സിലായി. ഇത് എന്നാൽ ഇത് ഇത്ര ഉണ്ടോ ടോൾ ബൂത്ത്? സ്ലിപ്പ് എടുത്ത് കൊടുക്കടാ. ഈ ഒരെണ്ണം ഉണ്ട്. ഇന്ന എൻ്റെ അമ്മോ, അസാമാന്യ ടോൾ ബൂത്ത് തന്നെ. എത്ര കിട്ടിയെന്നുള്ളത് എനിക്കറിയാം കേട്ടോ. അവിടെ ഒരു അമ്മച്ചിരിപ്പുണ്ടാവും. 3000 രൂപയും പോകാൻ കഴിയുന്നു. എന്താ സംഭവം? ഒരു രക്ഷ പറയാനില്ലല്ലോ. ഒരു രക്ഷയും കാണുന്നില്ല കേട്ടോ. ഇവര് ഒന്നും പറയാൻ തയ്യാറില്ല. ആദ്യം 8440, ഇപ്പോൾ 5970 രൂപ.
ഒരു ടോള് കിട്ടി. Был 3, стало 2. നമ്മുടെ വണ്ടിക്ക് ജീവിതത്തിന് ആദ്യമായിട്ട് ഇത്ര വലിയ ടോള് കിട്ടുന്നു. ഇപ്പോൾ 5900 രൂപ കൊടുക്കുന്നതാണ്. എന്താ അമ്മ ജീവിതത്തിന് വേണ്ടി ഇത്രയും ടോള് കൊടുത്തില്ല കേട്ടോ. ഒരു പിടുത്തവും കിട്ടുന്നില്ല. ഒടുക്കത്തെ ടോളായി പോയിട്ടോ. ആകെ ഓടിയത് 600 കിലോമീറ്റർ. 600 കിലോമീറ്റർ ഓടാൻ വേണ്ടി കിട്ടിയ ടോള്. ഒരുമിച്ചാണ് എങ്ങനെയാണ് ഇവിടെ അന്ന് 6000 രൂപ ഇന്ത്യൻ മണി. ടോള് പറഞ്ഞു എൻ്റെ അമ്മ ഒരു ടൂൾ എടുക്കാൻ 6000 രൂപ. ഗൈസ് ഫൈനലി കൊടുത്തു. ഇതാ കറക്റ്റ് കണ്ടോ കേട്ടോ. അത് എവിടെയാ കാണുന്നത്? തിരിച്ചു പിടിയല്ലേ 5000 തിരിഞ്ഞാണോ തല തിരിഞ്ഞാണോ? 5700 സംതിങ്. ഇതാ കറക്റ്റ് ഇതാ കാലം. ഒരു മിനിറ്റ് ഇംഗ്ലീഷ് 6000 പോയാൽ ഒരു മിനിറ്റ് മര്യാദയ്ക്ക് എത്തോളാം. അതിൻ്റെ അകത്ത് നമ്മൾ ഒഴിവാക്കി. ഇതെല്ലാം കൂടെ കറക്റ്റ് വെച്ച് ടോള് കൊടുത്തതിൻ്റെ ക്ഷീണം കഴിഞ്ഞപ്പോൾ പോലീസുകാർ ഒരു രീതിയിലും ജീവിക്കാൻ സമ്മതിക്കില്ല. എന്താ ടോളാ ജീവിതത്തിൽ ആദ്യമായിട്ട് എത്ര പൈസ പോകുന്നുണ്ട്. കിളി മാറിപ്പോയിട്ട് ഫുള്ളായിട്ട് കിട്ടും. ഒന്ന് അടുത്ത പിടുത്തം. ഇരിക്കാനാ India. Я вижу, что Индия. Драйв. മറ്റേ സാധനം കൊടുക്കും. ഇങ്ങനെ കൊടുക്കും. മറ്റേ പേപ്പർ മറ്റേ ഇതും ചേട്ടൻ പിന്നെ അതല്ല മറ്റേത് RC ഇല്ല. അതിനകത്തില്ല. ഉണ്ട് ഇല്ലെന്ന് പറഞ്ഞല്ലോ. ഉണ്ട് എൻ്റെ ഇവിടെ ഒന്നും മനസ്സിലായില്ല. കൊള്ളാൻ പറഞ്ഞു പോകുന്നു. ആൻഡസാരനും വിട്ടു. വെറുതെ ഇരുന്ന് എന്താ എനിക്കൊരു പിടുത്തം കിട്ടുന്നില്ല. ഈ ആൻഡസിനെ എന്നെ പൊക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവര് നൈറ്റ് ഓടാൻ പാടില്ല. ഇവിടെ എത്ര മണിക്കൂറോ ജോലി ചെയ്യാൻ പാടില്ല. ഈ ആൻഡസുകാരെ പൊക്കാൻ വേണ്ടി വരുന്ന വണ്ടിയാണ്. കസാക്കിസ്ഥാനെ വെച്ച് നോക്കാൻ ചെക്കിങ് എന്നൊക്കെ പറഞ്ഞോ. ഓഹോ ഭാഷ അറിയില്ല, അതുകൊണ്ട് പിന്നെ വിഷയമില്ല. ഇംഗ്ലീഷ് ആണെന്ന് ഒരു